അപ്പോൾ നമ്മൾ അഗെയിൻ കോട്സ് വേൾഡ് വിസിറ്റിന് വന്നേക്കാണ്. ഇത്തവണ വേറെ പ്രത്യേകത കൂടെയുണ്ട് നമ്മുടെ ട്രിപ്പിന്. നമ്മളിവിടെ മമ്മിയുടെ ഉണ്ട്. മമ്മി വന്നതിന് ശേഷം ആദ്യത്തെ ട്രിപ്പാണ് ഇന്ന്. കോട്സ് വേൾഡിലെ ലോവർ സ്ലോട്ടർ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കവർ ചെയ്തു. ഇപ്രാവശ്യം കവർ ചെയ്യാൻ പോകുന്നത് ബൈബറിയാണ്. ബൈബറി അത്യാവശ്യം വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ കോട്സ് വേൾഡിനെ പറ്റി നമുക്ക് പറയാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, UK ഏറ്റവും മനോഹരമായിട്ടുള്ള ഗ്രാമങ്ങളിലൊന്നാണ്. ഗ്രാമം എന്ന് പറയുമ്പോൾ തീരെ ചെറിയൊരു ഗ്രാമമൊന്നുമല്ല, അത്യാവശ്യം നല്ലൊരു വൈഡ് ഏരിയ ഉണ്ട്. അതിൻ്റെ ഒരു ഏരിയ ആയിരുന്നു നമ്മൾ നേരത്തെ കവർ ചെയ്തിരുന്നത് ലോവർ സ്ലോട്ടർ. പിന്നെ ഇപ്പോൾ ബൈബറി. മമ്മി പറ, മമ്മി എങ്ങനെയുണ്ട് UK? നല്ല പ്രകൃതി സൗന്ദര്യം. ആ, ബൈബറി കാണാൻ എങ്ങനെയുണ്ട്? നാട്ടിലെ മൂന്നാർ പോലെയാണോ? മൂന്നാർ പോലെയൊന്നുമല്ല, ഇത് നല്ല സൂപ്പർ സ്ഥലമാണ്. മൂന്നാർ മോശം സ്ഥലമാണോ? ദൈവമേ, ഇവിടുത്തെ ചെടികൾ കണ്ടാൽ മതി. മമ്മി ചെടിയുടെ ഫാനാണ്. നാട്ടിൽ കുറേ ചെടിയൊക്കെ നട്ടുപിടിപ്പിച്ച് നമ്മളൊരു ദിവസം സെലിൻ്റെ പൂന്തോട്ടം എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഇട്ടേക്കാം. പിന്നെ നമ്മുടെ ലോവർ സ്ലോട്ടർ പോയതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് നമ്മൾ താഴെ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ കാണാത്തവർ കയറി കാണാം. അങ്ങനെ പിന്നെ മമ്മി UK യാത്രകളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? യാത്രയൊക്കെ സുഖമായിരുന്നു. തണുപ്പുണ്ടോ? തണുപ്പുണ്ട്. തണുപ്പിനോട് അടുക്കുന്ന സമയമാണ് മമ്മി വന്നേക്കണേ. അപ്പോൾ മമ്മി വെൽ പ്രിപ്പയർഡാണ്. അകത്തിരിക്കുമ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ഫുള്ള് ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ്. എന്തായാലും അതല്ല, അപ്പം നമുക്ക് ബാക്കി കാഴ്ചകളിലോട്ട് കിടക്കാം. ഇത് എവിടെയാ വന്നേക്കണേ? ബ്ലാക്ക് ബെറി കുറേ ഉണ്ടായി നിൽക്കുന്നുണ്ട്. മമ്മിക്ക് ഇത് കാണിച്ചു കൊടുക്കണമായിരുന്നു. മമ്മി പറയണം നാട്ടിലെ കൊങ്ങിണിപ്പഴം പോലെ ആണ് അതിൻ്റെ രൂപമെന്ന്. എന്നിട്ട് മമ്മി കൊങ്ങിണിപ്പഴം ഞാൻ കണ്ടല്ലോ. എന്നിട്ട് സാധനം അത് കൊങ്ങിണി അതെങ്ങനെ ഇരിക്കണേ? ഇതുപോലെ വേറെ മുള്ളൊക്കെ ഉണ്ടാവുന്നേ. ആ, നാട്ടിലെ കൊങ്ങിണിപ്പഴം കഴിച്ചവരുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻ്റ് ഇടണേ. ഇടി ഞാനൊന്ന് വ്ളോഗിൽ നോക്കിക്കോട്ടെ. ഇവിടുത്തെ ആർക്കിടെക്ചറാണ് ബൈബറിയുടെ ഒരു ഏറ്റവും വലിയ സവിശേഷത. കാരണം പഴമ നിലനിർത്തിക്കൊണ്ടുള്ള അതിൻ്റെ ഒരു ഭംഗി, അതാണ് ഇവിടെ കാണാനുള്ളത്. മമ്മിക്ക് ഇത് കണ്ടിട്ട് എന്നിട്ട് തോന്നുന്നു തേക്കാത്ത ഒരു ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാം ഭയങ്കര മധുരം കെട്ടി ചെടി കൊണ്ടാണ് മധുരം. ഇത് മറ്റേ ട്രൗട്ട് ഫാമിൽ നിന്ന് തന്നെ വെള്ളമാണ്. ഇതിൻ്റെ അപ്പുറത്ത് മൊത്തം ഫാമാണ്. നമ്മളിപ്പോൾ കയറിപ്പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ചെറിയൊരു കഫേയും ബൈബറി ഗിഫ്റ്റ് ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഈ ബൈബറിയിൽ വരുമ്പോൾ തന്നെ കോർണറിൽ കാണാൻ പറ്റും. അതിലാണ് കഫേയിൽ അത്യാവശ്യം ചായയും പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് ട്രൗട്ട് ഫാമിലേക്കുള്ള എൻട്രിയുടെ ഡീറ്റെയിൽസാണ്. കാണാനുണ്ട്. ഞങ്ങളിന്ന് അതിനു വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല. ഇത് ഇവിടുത്തെ ഗിഫ്റ്റ് ഷോപ്പ്. നമുക്ക് ഗിഫ്റ്റ് ഷോപ്പിൽ നിന്ന് കയറി കാണാം. ഇതാണ് ട്രൗട്ട് എന്ന് പറയുന്ന സാധനം. 13 പൗണ്ട് കിലോ. ഫ്രഷ് സാധനം അത്. ഈ താഴെ ഇരിക്കുന്ന ട്രൗട്ട് തന്നെയാണോ? അതല്ലേ, അതിൻ്റെ ഫില്ലറ്റാ. അത് നങ്കല്ല, അത് ഈ സാധനം ഉണക്കിയേക്കെന്താ. മീനിൻ്റെ വില ഇട്ടത് 4 10 കൊണ്ട് ഇട്ടിട്ടുള്ളൂ. അത് തെറ്റില്ലാത്തൊരു റേറ്റാണ്. മമ്മിയും ട്രൗട്ട് കഴിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങളൊന്ന് വാങ്ങിച്ചിട്ട് പോകാൻ പറ്റുമെന്ന് നോക്കണം. ചെറിയ തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ആളുകളുടെ എണ്ണത്തിൽ കുറവൊന്നുമില്ല. ഇഷ്ടമാതിരി ആളുകളാണ് കാണാനായിട്ട്. ട്രൗട്ട് ഫാമിൻ്റെ അകത്തൊക്കെ ചെള്ളയാണ്, കാലുകുത്താൻ മേല. പെട്ടെന്നൊരു ഓട്ടപ്രദർശനം വെറുതെ ഒരു ശനിയാഴ്ച കിട്ടി കഴിഞ്ഞപ്പോൾ
മമ്മി വന്നിട്ട് എങ്ങും പുറത്തിറങ്ങാൻ പറ്റില്ലായിരുന്നു. ഇത്ര ദിവസം മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഈ ട്രൗട്ട് വാങ്ങിച്ചത് ഈ ഫാമുകളിൽ നിന്ന് പിടിച്ച ട്രൗട്ടിനെയാണ്. ഫ്രഷാണ്. അവർ എല്ലാ ദിവസം രാവിലെ പിടിച്ചിട്ട് ഇതുമാതിരി കൊണ്ടുവന്നിടുന്നതാണ്. നല്ലൊരു സ്ഥലമാണ് കോട്സ്വോൾഡിൻ്റെ ലോവർ സ്ലോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതുപോലെ ഇത്രയും കൊമേഴ്ഷ്യലൈസ്ഡ് ആയിട്ടില്ല. പിന്നെ കാർ പാർക്കിംഗ് മാത്രമാണ് കുറച്ച് ഇച്ചിരി മല്ലായത്. ആവശ്യത്തിന് സ്പേസൊക്കെ ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ മാതിരി പ്രശ്നം എന്നാന്ന് പറഞ്ഞാൽ ചെള്ളയാണ്. ഇനി കാർ പാർക്കിംഗ് കാണിച്ചു തരാം. അത് അത്യാവശ്യം നല്ല വൈഡാണ്, പക്ഷേ ചെളി ഉണ്ടെന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. വന്ന സമയത്ത് കാർ പാർക്കിൻ്റെ പേയ്മെൻറ്റിന് കുറച്ച് ക്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതായത് ഫാമിൻ്റെ അകത്ത് കയറ്റി മതിലിൻ്റെ അകത്ത് കയറ്റിയാണ് പാർക്കിങ്ങിൻ്റെ പേയ്മെൻറ്റ് മെഷീനൊക്കെ വെച്ചാണ്. കാർഡ് വെച്ച് പേ ചെയ്യാൻ പറ്റും. ഒരു ദിവസത്തേക്ക് നമുക്ക് 5 പൗണ്ട് വരുന്നുള്ളൂ. ഫുൾ ഡേ അല്ല, 5 മണിക്കൂറിനേക്ക് 5 പൗണ്ട്. 6 മണി വരെയാണ് നമുക്ക് പെർമിറ്റുള്ളത്. നമ്മളിപ്പോൾ ഇനി അത്ര നേരം നിൽക്കുന്നില്ല. വണ്ടി എടുത്ത് പടിയായി അടുത്ത സ്ഥലം കാണാമെന്നുള്ളൊരു മൈൻഡാണ്. ഇവിടെ ഫുൾ ഡേ നടന്ന് കാണാനുള്ളതുണ്ട്. പക്ഷേ നമുക്ക് മലയാളികളെ സംബന്ധിച്ചിടത്തോളം സ്ഥലം കാണാൻ, ഫോട്ടോ എടുക്കുക, പടിയാവുക, ആ ഒരു മൈൻഡല്ലേ. പിന്നെ സമയം പരിമിതമാണല്ലോ. ഈ ഒരു ശനി ഞായറൊക്കെ കിട്ടണതുകൊണ്ട് അതിൽ പരമാവധി കവർ ചെയ്യാനാണ് നമുക്ക് നോക്കണേ.